വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ വെഡ്ഡിങ് ഡാൻസ് ഡിസ്കഷൻ ആണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ പാട്ട് ഇൻക്ലൂഡ് ചെയ്യണം, എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ളതെല്ലാം. ആൻഡ് ഇൻ ദിസ് വീഡിയോ നമുക്കൊരു കണ്ടിന്യൂസ് വ്ളോഗ് അല്ല കേട്ടോ ഇതിൽ കാണാൻ പറ്റുന്നത്. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഇഫ് യു ആർ എക്സ്പെക്റ്റിംഗ് ദാറ്റ് നമ്മൾ വെഡ്ഡിങ്ങിന് ഒരു 3 ദിവസം മുൻപ് വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അതിൽ എല്ലാം ഇൻക്ലൂഡഡ് അല്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഡേ. ഇന്ന് ഞാനും അമ്മയും കൂടി ടൗണിൽ തൃശ്ശൂർ വന്നിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ഷോപ്പിംഗ്, അതായത് മെറ്റീരിയൽസ് ഒക്കെ എടുക്കണമായിരുന്നു. ബിക്കോസ് എനിക്ക് കല്യാണത്തിന് ശേഷം നമുക്ക് ഡെയിലി വെയറിനായിട്ട് കുറച്ച് മെറ്റീരിയൽസ് നോക്കണമായിരുന്നു. ആൻഡ് അമ്മയ്ക്കും കുറച്ച് മെറ്റീരിയൽ നോക്കണമായിരുന്നു. അപ്പോൾ ക്യൂൺ ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ നമുക്ക് തുണി മുറിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ക്യൂണിലെത്തി മെറ്റീരിയൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ ഫെജിയിലേക്കാണ് കേട്ടോ പോയത്. ഫെജിയിൽ നിന്ന് എനിക്ക് കുറച്ച് നമ്മുടെ ഹാങ് ചെയ്ത് കിടക്കുന്ന ബ്ലൗസിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാങ് ചെയ്ത് കിടക്കുന്നത് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി നമ്മൾ ഫെജിയിലെത്തി. ആൻഡ് അവിടുന്ന് നേരെ പോയത് ബെല്ലാമറിയയിലാണ് കേട്ടോ. ബെല്ലാമറിയയിൽ പോയതിൻ്റെ മെയിൻ കാരണം ഇതാണ്, ഹെയർ നോക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എനിക്ക് വെഡ്ഡിങ് ഡേയുടെ അന്ന് ഹെയർ ഓപ്പൺ ഹെയർ ആയിട്ട് ഇടുന്നതാണ് ഇഷ്ടമുണ്ടായിരുന്നത്. നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് കേട്ടോ. സോ അതിനുവേണ്ടി എനിക്ക് എൻ്റെ ഹെയർ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും ലോങ് ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ വാണ്ടഡ് ദിസ്. ഇത് നമ്മൾ പ്രോഗ്രാമിനൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ബിനോജേട്ടനായിരുന്നു വെഡ്ഡിങ്ങിന് ചെയ്തത്. അപ്പോൾ ബിനോജേട്ടൻ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം, നമുക്ക് അങ്ങനെ ചെയ്യാം, നീ ഹെയർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹെയർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിൻ ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ കുറച്ചൊരു കേളി ഹെയർ ആണ്. സോ അതിന് ആപ്റ്റായിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ എനിക്ക് ഈ ഹെയർ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര മാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ നന്നായി പോപ്പപ്പ് ചെയ്ത് പോണ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ ബിനോജേട്ടനൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് നമ്മൾ ഇതാണ് കൺഫേം ചെയ്തത്. അങ്ങനെ നമ്മൾ ആദ്യം നോക്കിയ ഹെയർ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് നോക്കി, നമുക്ക് തലേ ദിവസത്തേക്കൊക്കെ ആയിട്ട് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. ആൻഡ് പർച്ചേസ് ഒന്നും ചെയ്തില്ല അപ്പോൾ, ബിക്കോസ് നമുക്ക് ഇനിയും സമയമുള്ളത് കൊണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്തില്ല, ജസ്റ്റ് നോക്കി. ആൻഡ് ഒരു നിറനീണ്ടിയും കൂടി കുടിച്ച് അന്നത്തെ ഷോപ്പിംഗ് ഞങ്ങൾ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ഡേ ഇന്ന് ഞാനും ചേട്ടനും കൂടിയാണ് വന്നിരിക്കുന്നത്. ചേട്ടനും എനിക്കും കുറച്ച് എന്താ പറയുക ഡ്രസ്സസ് നോക്കണമായിരുന്നു, അതായത് ഷർട്ട്സ് ആൻഡ് ഷോർട്ട്സ് ഒക്കെ നോക്കണമായിരുന്നു ചേട്ടന്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കി. പിന്നെ ഞങ്ങൾ നേരെ പോയത് തൃപ്രയാർക്കാണ്. ബിക്കോസ് നമ്മുടെ 2 ഫാമിലിയുടെയും ഇൻവിറ്റേഷൻ കാർഡ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് തൃപ്രയാർ അയോധ്യയിലാണ് കേട്ടോ. സോ നമ്മുടെ കാർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്ഷണം തുടങ്ങണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ സമയം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം തുടങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വേഗം പോയി കാർഡെല്ലാം വാങ്ങിച്ചു. പിന്നെ എനിക്ക് ഫെജിയിൽ കയറിയിട്ട് എനിക്ക് ഈ കാർഡ് റോൾ ചെയ്യാനായിരുന്നു ആഗ്രഹം. സോ അതിന് വേണ്ടി ഞാൻ റോൾ ചെയ്യാനുള്ള ആ ലേസും കൂടി വാങ്ങിച്ചിട്ട് വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി നമുക്ക് പിറ്റേ ദിവസം തന്നെ എൻ്റെ സ്കൂളിൽ ക്ഷണിക്കാൻ പോകണമായിരുന്നു. ബിക്കോസ് അത് കഴിഞ്ഞാൽ സ്കൂൾ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ടീച്ചേഴ്സിനെ കാണാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ പിറ്റേന്ന് തന്നെ പോവാണ്. അതിനുവേണ്ടി ഞാൻ റോളൊക്കെ ചെയ്തു വെച്ചു കേട്ടോ. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ഡേ. ഇതാണ് എൻ്റെ സ്കൂൾ കേട്ടോ, ഹയർ സെക്കൻഡറി സ്കൂൾ പെരുങ്ങോട്. എൻ്റെ 11th and 12th ഞാൻ ഇവിടെ ആയിരുന്നു. കൊമേഴ്സ് ആയിരുന്നു ഞാൻ എടുത്തത്. ആക്ച്വലി 2 വർഷമേ ഉള്ളൂ വെച്ചാലും ഈ +1 and +2 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളതായിരുന്നു കേട്ടോ. ബിക്കോസ് പെട്ടെന്ന് ഞാൻ CBSE സ്റ്റേറ്റിലേക്ക് മാറുന്നവർക്ക് അത് പ്രത്യേകം പറയാൻ പറ്റും. ഒരുപാട് എക്സ്പീരിയൻസുകളായിരിക്കും, നമ്മളൊന്നും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത പോലത്തെ. കലോത്സവം എല്ലാം, NSS എല്ലാം കൂടി അടിച്ചു പൊളിച്ചിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഒരുപാട് ടീച്ചേഴ്സ്, നമ്മൾ ഹയർ സെക്കൻഡറിയിൽ പോയി എല്ലാവരോടും ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ ടീച്ചേഴ്സിനെ ഒന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു എന്താ പറയുക ഹാപ്പിനെസ്സിലൊന്നിനും പറ്റിയില്ല. പിന്നെ ഹൈസ്കൂളിലും LPയിലും കുറച്ച് ടീച്ചേഴ്സിനോട് പറയണമായിരുന്നു. അങ്ങനെ സ്കൂളിൽ എല്ലാവരോടും പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ടൗണിലെത്തിയിട്ടോ തൃശ്ശൂർക്ക് പോകുന്നു. ബിക്കോസ് എനിക്ക് അന്ന് എൻ്റെ വെഡ്ഡിങ് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പണിയുള്ളതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നു. നമ്മൾ കറക്റ്റ് ഉച്ചയ്ക്കാണ് എത്തിയത്. നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ടയർഡായിരുന്നു. സോ ലഞ്ച് കഴിച്ചിട്ടാവാൻ ബാക്കി എന്നുള്ള പ്ലാനിൽ നമ്മൾ ലഞ്ച് കഴിച്ചു. അതിനുശേഷം ഞാനും അമ്മയും കൂടി നേരെ RK ഡിസൈൻസിലേക്ക് പോയിട്ടോ. തൃശ്ശൂർ ജയലക്ഷ്മിയുടെ അടുത്ത് തന്നെയുള്ള ബിൽഡിങ്ങിലാണ് RK ഡിസൈൻസ് എന്നുള്ള ബൊട്ടീക്ക്. അവിടെയാണ് ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും അവിടെയാണ് ചെയ്തത്. എൻ്റെ എല്ലാ ഡ്രസ്സസും അവിടെ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാറ്. പിന്നെ ഡെയിലി വെയർ ടോപ്സ് അതൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയുണ്ട്, അവിടെയാണ് സ്റ്റിച്ച് ചെയ്യാറ്. ബാക്കിയെല്ലാം RKയിലാണ് സ്റ്റിച്ച് ചെയ്യല്. സോ ഇത് നമ്മുടെ വെഡ്ഡിങ് സാരി അവരെടുത്ത് നോക്കുകയാണ്. നമ്മുടെ വെഡ്ഡിങ് സാരി ഷോപ്പിംഗ് വ്ളോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും കേട്ടോ. കോയമ്പത്തൂർ ഷോപ്പിംഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും ഈ സാരി. സോ നമ്മൾ സാരിയിൽ വെച്ച് നോക്കുന്നത് ബ്ലൗസ് ഏത് പാട്ട് വേണമെന്ന് ഡിസൈഡ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കിടക്കും അല്ലേ, മറ്റേതൊന്നും വെക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ച് നോക്കിയ പോർഷൻ തന്നെ സ്ലീവിന് കൊടുക്കാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു കേട്ടോ. ബിക്കോസ് അതിൽ അത്യാവശ്യം നല്ല ഡിസൈൻ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല റിച്ച് ഡിസൈൻസ് ആയിരുന്നു. അപ്പോൾ അതൊന്നും സ്പോയിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ അതിന് മീതെ നമ്മൾ ഈ ബീഡ് വർക്ക്, ആരി വർക്ക് ഒന്നും ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ കഴുത്തിൽ മാത്രം ഒരു വർക്ക് മതി എന്നുള്ള പ്ലാനിൽ നമ്മൾ ഫസ്റ്റ് സാരി
പ്ലാൻ ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ സെക്കൻഡ് സാരിയുടെ പ്ലാനിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സാരിയുടെ ബ്ലൗസിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തത്. അതായത് ഒരു ഡാൻസറിൻ്റെ പോസൊക്കെ വെച്ചിട്ടാണ് ഞാൻ നമ്മൾ സെക്കൻഡ് സാരിയുടെ ബ്ലൗസ് ഡിസൈൻ ചെയ്തത്. ആൻഡ് തേർഡ് സാരി വാസ് സിമ്പിൾ. അതൊരു പഫ് സ്ലീവ് മാത്രം വെക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബ്ലൗസിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് ദിസ്. എല്ലാം കൂടി ഇങ്ങനെയായിരുന്നു നമ്മുടെ പ്ലാനിങ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ ഒരു ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ അവിടെ ഒരു 2-3 hours തന്നെ ഇരുന്നു കേട്ടോ. ബിക്കോസ് നമ്മളിത് വരച്ച് എല്ലാം നോക്കി ഓരോ ബ്ലൗസിനും ഡിഫറെൻറ്റ് മെഷർമെൻറ്റ് എടുത്ത്, അപ്പോൾ അത് ഇത്തിരി ഒരു പണിയായിരുന്നു. ഇവിടെ അതായത് 5 വരെ ഉണ്ടാവും. സമയം ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് അതിന് താഴെ തന്നെ സിറ്റി ടൈലേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെയാണ് അമ്മയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിന് മെഷർമെൻ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിനുശേഷം ഞങ്ങൾ ഒരു കോഫി ബ്രേക്കിന് വേണ്ടിയിട്ട് പോയി. അപ്പോഴത്തേക്കും ഏകദേശം ഇരുട്ടിയിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഫെജിയിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ഈ പറഞ്ഞില്ലേ, ഞാൻ ഡെയിലി വെയറിന് വേണ്ടിയിട്ട് കുറച്ച് ടോപ്സ് അടിക്കാനുണ്ടെന്ന്, അതിലേക്കുള്ള ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് നമ്മുടെ അന്നത്തെ ഷോപ്പിങ്ങും വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ നമ്മുടെ ക്ഷണം തുടങ്ങാൻ കേട്ടോ. സ്കൂളിൽ നമ്മൾ ആദ്യം ക്ഷണിച്ചത് ആ ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ്, സ്കൂൾ ക്ലോസ് ചെയ്യുന്നത് കൊണ്ടാണ്, ടീച്ചേഴ്സിനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ക്ഷണം തുടങ്ങുന്നത് അച്ഛൻ്റെ തറവാട്ടിൽ നിന്നാണ് കേട്ടോ. ഇത് അച്ഛൻ്റെ വല്യമ്മയാണ്. അച്ഛമ്മയുടെ ഫാമിലി ഫുള്ള് അവിടെ തറവാടിന് ചുറ്റോറുമാണ് കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛൻ്റെ കുറച്ച് കസിൻസും കൂടിയാണ് ക്ഷണിക്കാൻ പോയത്. എനിക്ക് സൺഡേ ആയതുകൊണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു. ഇത് വെരി നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മുടെ ഗോൾഡ് ഷോപ്പിംഗ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞങ്ങൾ പെട്ടെന്ന് എന്തുകൊണ്ട് അഗെയിൻ നമ്മൾ റീഗലിലേക്ക് വരാനുള്ള റീസൺ എന്തായിരുന്നു എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ റീഗലല്ല, ഇപ്പോൾ തൃശ്ശൂർ തന്നെ വെഡ്ഡിങ് ചാംസ് എന്ന് പറഞ്ഞ റെൻറ്റൽ ജ്വല്ലറിയിലാണ്. എനിക്ക് കുറച്ച് റെൻറ്റൽ ജ്വല്ലറീസും വേണമായിരുന്നു കല്യാണത്തിന് അന്നേക്ക് വെയർ ചെയ്യാനായിട്ടുള്ള, എന്താ പറയുക, അരപ്പട്ട, പിന്നെ എന്താ പറയുക, ഇയർ ചെയിൻ, പിന്നെ ഒരു ചെയിൻ എടുത്തിരുന്നു, അങ്ങനെ ഇയറിങ്സ്, അങ്ങനത്തെ കുറേ പരിപാടികൾ നമുക്ക് വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം വെഡ്ഡിങ് ചാംസിൽ വന്നു. എന്നിട്ട് പിന്നെ നമ്മൾ റീഗലിലേക്ക് പോകാണ് കേട്ടോ ചെയ്തത്. സോ വെഡ്ഡിങ് ഗോൾഡ് പർച്ചേസ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരണേ. ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഹോൾ ഡേ ഷോപ്പിംഗ് ആണ് കേട്ടോ. ഒരു ഫുൾ ഡേ ഷോപ്പിംഗ് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ രാവിലെ 8 മണിക്ക് ടൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 8-8:30 ക്യൂനൊക്കെ തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ മെറ്റീരിയൽസ് നോക്കണമായിരുന്നു. നമുക്ക് ഓണപ്പുട കൊടുക്കാനായിട്ട്, അതായത് ചേട്ടൻ്റെ വീട്ടിലേക്ക് ഓണപ്പുട കൊടുക്കാനുള്ളത്, പിന്നെ എൻ്റെ ഗുരുക്കന്മാർക്ക് കൊടുക്കാനുള്ളത്. അത് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് സാരീസൊക്കെ വാങ്ങിച്ചു. പക്ഷേ ജെൻസിന് കൊടുക്കാനുള്ളത് എടുത്തിരുന്നില്ല. പിന്നെ കുറച്ച് ചുരിദാർ അതൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാനായിട്ട് നമ്മൾ ക്യൂനിലെത്തി. ക്യൂന്ന് പിന്നെ നമ്മൾ നേരെ പോയത് പുത്തമ്പള്ളിയുടെ അവിടേക്കാണ് കേട്ടോ. ഫെജിയുടെ ഒക്കെ അവിടെ കുറേ ഫ്ലവർ ഷോപ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനായിട്ടുള്ള കുറേ ഫ്ലവേഴ്സൊക്കെ നമ്മൾ നോക്കി അവിടുന്ന് കുറച്ചൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിയിരുന്നു കേട്ടോ. പിന്നെ ഫെജിയിലൊന്ന് കയറി എന്തൊക്കെയോ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി. പിന്നെ നമ്മൾ പോയത് ഫാൻസി ഫാബ്രിക്സിലേക്കാണ് കേട്ടോ. നമുക്ക് പായ അതൊക്കെ വാങ്ങണമായിരുന്നു. വീട്ടിൽ ഉള്ളതൊക്കെ ഒരുവിധം പഴയതായിരുന്നു. അപ്പോൾ അത് വാങ്ങണമായിരുന്നു. പിന്നെ കാർപ്പറ്റ്സ് അതവിടെ കണ്ടപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ്. നമ്മുടെ മെയിൻ ഉദ്ദേശം പായ വാങ്ങലായിരുന്നു. പിന്നെ നമുക്ക് ആക്ച്വലി ബെഡ്ഷീറ്റ്സ് ഒക്കെ വേണമായിരുന്നു. അതവിടെ നോക്കിയപ്പോൾ നമുക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വേറെ സ്ഥലത്ത് നോക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ പോന്നു. അപ്പുറത്താവും നോക്കും. എന്തൊരു വെയില കുഴിയുള്ളത്. നമ്മൾ ഈ അപ്പം ഉണ്ടാക്കില്ലേ, കാരോലപ്പം, അതിന് നമ്മൾ കാരോലപ്പം ഉണ്ടാക്കാൻ. പിന്നെ നമ്മളൊരു ഫാൻ വാങ്ങാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പം അമ്മ അവിടെ ഈ കാരോലപ്പം അമ്മയ്ക്ക് ഇവിടെ വീട്ടിലുള്ളത് നാശാവ് എന്തോ ചെയ്തു. അപ്പോൾ അത് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ വേറെ ഇവിടുന്നാണ് വാങ്ങിയത്. അങ്ങനെ ഫാനൊക്കെ വാങ്ങി നമ്മൾ പാക്ക് ചെയ്തു.
ഇത് ആക്ച്വലി നമ്മൾ പോസ്റ്റ് ഓഫീസ് റോഡിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അവിടുന്ന് നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസ് റോഡിലെ ആ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ലാമാക്സ് ആർക്കേഡൊക്കെ ഇല്ലേ, ആ ലൈനിൽ തന്നെ ഈ ബെഡ്ഷീറ്റ്സ് അങ്ങനത്തെ ഒരു ഷോപ്പ് കണ്ടു. നമ്മൾ അവിടെ പോയി നോക്കി. പക്ഷേ അവിടെ നമ്മൾ ഒരു ബെഡ്ഷീറ്റ് അങ്ങനെ എടുത്തുള്ളൂ. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. ഒരു സെറ്റ് നമ്മൾ എടുത്തു കേട്ടോ. നമ്മളന്ന് ഓട്ടോയിലാണ് കേട്ടോ ടൗണിൽ വന്നത്. കിരേട്ടൻ ഉണ്ടായിരുന്നു, കിരേട്ടൻ്റെ വണ്ടിയിലാണ്. കിരേട്ടൻ ഞങ്ങളുടെ നാട്ടിലെ സ്വന്തം, നാട്ടിലെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ വീട്ടിലെ എൻ്റെ ഒരു ചേട്ടനെ പോലെ തന്നെയാണ്. നമ്മുടെ കൂടെ എല്ലാത്തിനും നിന്നിരുന്ന ഒരാളാണ് കല്യാണ സമയത്ത്. അപ്പോൾ കിരേട്ടനെയും കുട്ടിയാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ടയർഡായിരുന്നു. അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് MG റോഡിലെ കാനറിയിൽ വന്നതാണ് കേട്ടോ. എനിക്ക് വേണ്ടി ഇപ്പം നമ്മൾ ആർക്കയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആർക്കയിൽ നിന്ന് എൻ്റെ ഒരു ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് റെഡി ആയിരുന്നു. അപ്പോൾ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കാനായിട്ട് വിളിച്ചതായിരുന്നു അവർ. ആൻഡ് എൻ്റെ കുറച്ച് മുന്നേ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽസും അതും സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ നേരെ ചാക്കോളാസിലേക്കാണ് കേട്ടോ പോയത്. ചാക്കോളാസിൽ നമുക്ക് കേർട്ടൻ നോക്കണമായിരുന്നു, കേർട്ടൻ മെറ്റീരിയൽ ആൻഡ് കാർപ്പറ്റ് അതൊക്കെ നോക്കണമായിരുന്നു. പിന്നെ അവിടെ നല്ല ബെഡ്ഷീറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അറിയണ്ടായിരുന്നില്ല അവിടെ ബെഡ്ഷീറ്റ്സ് ഒക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടുന്ന് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സെലക്ഷനും ഉണ്ട് കേട്ടോ. പിന്നെ അന്ന് തന്നെ നമുക്ക് റീഗലിലും പോകണമായിരുന്നു. അവർ നമ്മൾ പണിയിപ്പിക്കാൻ പറഞ്ഞതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് ഓൾറെഡി നമ്മുടെ ഗോൾഡ് പർച്ചേസ് വ്ളോഗിലുണ്ട്. അപ്പോൾ റീഗലിൽ നിന്ന് ഇറങ്ങിയപ്പം അവിടെ നമ്മുടെ ഈ ഫുട്പാത്തിൽ ഇങ്ങനത്തെ മൺചട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ 2 ഗ്ലാസ് വാങ്ങിച്ചു. അതായത് മണ്ണിൻ്റെ 2 ഗ്ലാസ് വാങ്ങിച്ചു. ഫോണിലോ തൃപ്തിയായോ? മതി, വരുമോ? അപ്പം അമ്മ ആ കപ്പിന് ഓട്ടയൊന്നും ഇല്ലല്ലോ എന്ന് നോക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നോക്കുകയാണ്. അങ്ങനെ അതും വാങ്ങിച്ചു. നമ്മൾ അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട്, ലഞ്ച് കഴിക്കാനായിട്ട് തോംസൺ കാസയിലേക്ക് പോകാനാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും അമ്മയുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അതും എടുക്കാനായിട്ട് വന്നു. ബ്ലൗസും സാരിയൊക്കെ റെഡി ആയിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ നേരെ ചാക്കോളാസിലേക്ക് പോവാണ്. ചാക്കോളാസിൽ നിന്ന് നമ്മളൊന്നും സാധനങ്ങൾ എടുത്തിരുന്നില്ല, അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സാധനങ്ങളും കൂടി എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അന്നത്തെ നമ്മുടെ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഉള്ള അവസ്ഥ. നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി ഇങ്ങനെ നിരത്തി ഉമ്മാർത്ത് ഇങ്ങനെ വെച്ചപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഇനി ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. നമ്മളിപ്പം ഒന്നും ചെയ്യണില്ല, പെയിൻറ്റിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ഭാഗത്ത് വെക്കണേ ഉള്ളൂ. അപ്പോൾ എല്ലാം പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങുള്ളൂ കേട്ടോ. സോ ദിസ് ഇസ് അനദർ ഡേ. ഇന്നത്തെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് കട്ടിൽ നോക്കണം, ബെഡും എല്ലാം പുതിയത് നോക്കണം. നമ്മുടെ അടുത്തുണ്ട്, പക്ഷെ അത് കുറച്ച് പഴകിയതാണ്. പണ്ടത്തെ നമ്മുടെ വീട്ടിലത്തെ കട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കട്ടിലും പിന്നെ ബെഡും പിന്നെ അതുപോലെ തന്നെ ഒരു സോഫ സെറ്റും കൂടി നോക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കട്ടിലും ബെഡും ഒക്കെ കൺഫേം ചെയ്തു. എന്നിട്ട് ഇതാ നേരെ സോഫ സെറ്റ് നോക്കാൻ വേണ്ടി വന്നു. നമ്മൾ ആ ബ്ലൂ ആണ് കേട്ടോ വീട്ടിലേക്കായിട്ട് എടുത്തത്.
3 സീറ്റ് ഉള്ളത് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ 2 സെറ്റ് അതിൻ്റെ എക്സ്ട്രാ 2 സെറ്റ് വരില്ലേ, അത് എടുത്തിട്ടില്ല. നമുക്ക് ഓൾറെഡി ഒരു ദിവാൻ ഉള്ളതുകൊണ്ട് പിന്നെ അത് എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടാൻ സ്ഥലമില്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ 3 സീറ്റിംഗ് ഉള്ളത് മാത്രമേ നമ്മൾ എടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളന്ന് കൺഫേം ചെയ്ത് പോന്നു. പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കല്യാണത്തിന് 1 വീക്ക് മുന്നെയാണ് നമ്മളിതെല്ലാം കൊണ്ടുവന്നത്. അന്ന് അവിടെ ഓർഡർ കൊടുത്തിട്ട് പോകുന്നേ ഉള്ളൂ, അവർ നമുക്ക് അങ്ങോട്ട് എത്തിച്ചു തരാണ് കേട്ടോ ചെയ്തത്. ഞങ്ങളിത് നോക്കിയത് കൊപ്പത്തു നിന്നായിരുന്നു. മേമയ്ക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ കൊപ്പം പെരിന്തൽമണ്ണ കൊപ്പം കേട്ടോ. അപ്പോൾ മേമയുടെ വീട് പെരിന്തൽമണ്ണയാണ്. ഈ വൈറ്റ് മാർട്ട് എന്ന് പറയുന്ന ഒരു വലിയൊരു ഗോഡൗൺ പോലെയാണ് കേട്ടോ, അത് ഹോൾസെയിലാണ് അവർ. അപ്പോൾ അവർ തന്നെ നമുക്ക് എത്തിക്കുകയാണ് കേട്ടോ ചെയ്തത്. ആൻഡ് ദിസ് ഇസ് വെരി നെക്സ്റ്റ് ഡേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം, ഇന്ന് ഞാൻ ആക്ച്വലി ബസ്സിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ചേട്ടന് കല്യാണത്തിനുള്ള ഡ്രസ്സും അതുപോലെ തന്നെ ചേട്ടൻ്റെ ഫാമിലിക്ക് റിസപ്ഷനുള്ള ഡ്രസ്സ്, പിന്നെ എനിക്ക് റിസപ്ഷൻ ഉള്ളത്, ചേട്ടന് റിസപ്ഷൻ ഉള്ളത്, ഇതെല്ലാം നമുക്ക് നോക്കണമായിരുന്നു. അപ്പോൾ എനിക്കും ചേട്ടനും ആക്ച്വലി നമ്മൾ റെൻറ്റ് എടുക്കാം എന്നുള്ള പ്ലാനായിരുന്നു. ബിക്കോസ് ഇതൊക്കെ 1 ടൈം യൂസ് അല്ലേ, എസ്പെഷ്യലി റിസപ്ഷൻ്റെ ഡ്രസ്സൊക്കെ. കല്യാണത്തിൻ്റെ സാരിയൊക്കെ നമ്മൾ പിന്നെ ഉപയോഗിക്കുമല്ലോ, അപ്പം റെൻറ്റിന് എടുക്കാം എന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം ക്യൂണിലാണ് പോയത്. ക്യൂണിൽ പോയിട്ട് ചേട്ടന് കുർത്തയ്ക്കുള്ള മെറ്റീരിയൽ, വെഡ്ഡിങ്ങിൻ്റെ കുർത്തയ്ക്കുള്ള മെറ്റീരിയൽ നോക്കുകയാണ്. നമ്മൾ ഈ മെറ്റീരിയലാണ് കേട്ടോ എടുത്തത്, അതായത് കാണുന്ന വൈറ്റ് ആൻഡ് ഗോൾഡൻ മെറ്റീരിയൽ. യെസ്, ഇതാണ് നമ്മൾ എടുത്തത് ചേട്ടന് വേണ്ടിയിട്ട്. അതിനുശേഷം രാധമ്മയ്ക്ക് സാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റിസപ്ഷനുള്ള സാരി എടുക്കാനായിട്ട് നമ്മൾ മെറ്റീരിയൽസ് ഒരുപാട് ക്യൂണിലുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടുന്ന് ആക്ച്വലി നമ്മൾ ഒരെണ്ണം എടുത്തു, പക്ഷേ അത് ഇത്തിരി ട്രാൻസ്പെറൻ്റ് ആയിരുന്നു കേട്ടോ. അതന്ന് എടുത്തപ്പോഴാണ് അറിഞ്ഞത്. എന്നിട്ട് വേറെ സാരി മാറിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ രാധമ്മയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചേച്ചിക്ക് ബ്ലൗസസ് നോക്കണമായിരുന്നു സാരിയുടെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ താഴെ പോയി. പിന്നെ അതിനുശേഷം വിഷ്ണുവേട്ടനുള്ള കുർത്ത നോക്കണമായിരുന്നു. അപ്പോൾ മുകളിലേക്ക് വന്നു. അങ്ങനെ താഴെയും മുകളിലൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ആഘോഷിച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ എനിക്ക് നമ്മൾ അവിടെ ചൊല്ലുമ്പോൾ അവരെടുത്ത് വയ്ക്കുമല്ലോ ഡ്രസ്സ്, അതും അന്ന് എടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യൂണിൽ മെറ്റീരിയൽസ് ഉണ്ട് ഒരുപാട്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കുകയാണിപ്പോൾ. വിഷ്ണുവിൻ്റെ ഡ്രസ്സ് എടുക്കലൊരു ഹണ്ടിങ് ആയിരുന്നു കേട്ടോ. എനിക്ക് അമ്മച്ചേച്ചിക്കും ഇഷ്ടപ്പെട്ടത്, രാധമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ നല്ല ഡ്രസ്സായിരുന്നു. അങ്ങനെ അവസാനം നമ്മളിത് ഈ ഒരു ഗ്രീനാണ് എടുത്തത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് റിസപ്ഷന് റെൻറ്റിന് ഡ്രസ്സ് നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വന്നതാണ്. നമ്മൾ ശക്തനിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ശക്തനിൽ നമ്മൾ ഈ കൂർക്കഞ്ചേരി ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആ വഴി ഒരു റൈറ്റ് സൈഡിലൊരു ബിൽഡിംഗ് ആണ്. റെൻറ്റൽ, എനിക്ക് ആ കറക്റ്റ് കടയുടെ പേര് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ റെൻറ്റൽ സ്പേസ് ആണ് കേട്ടോ അത്. അപ്പം അവിടെ നമ്മൾ കുറച്ചിങ്ങനെ ട്രയൽ ചെയ്ത് നോക്കി. നമ്മളൊന്നും കൺഫേം ചെയ്തില്ല. ചേട്ടനും കുറച്ച് ട്രയൽ ചെയ്ത് നോക്കി കേട്ടോ. നമുക്ക് 2-3 സ്ഥലത്ത് നോക്കിയിട്ട് കൺഫേം ചെയ്യാന്നുള്ള രീതിക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഭാവന വെഡ്ഡിങ്സിലാണ് കേട്ടോ പോയത്, തൃശ്ശൂർ തന്നെ. അപ്പോൾ അവിടെ ആക്ച്വലി റിസപ്ഷനൊക്കെ റെൻറ്റൽ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, എൻഗേജ്മെൻറ്റ് ഈ ഫംഗ്ഷൻസിനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റെൻറ്റൽ നോക്കണതിനൊപ്പം തന്നെ അവിടെ സെയിലിനുള്ളതും നോക്കുന്നുണ്ടായിരുന്നു. റെൻറ്റൽ എനിക്ക് അത്ര അങ്ങോട്ട് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തില്ല. സെയിലിനുള്ളതും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്കൊന്നും അങ്ങോട്ട് ഫൈനലൈസ് ചെയ്യാൻ മാത്രമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇൻ ദ സെൻസ് കൺഫ്യൂഷൻസിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ എഗെയിൻ ഇവിടെയും നമ്മൾ നോക്കാം, ഇനിയും നമ്മൾ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വരാം എന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ അവിടുന്നും പോരുകയാണ് ചെയ്തത്. അങ്ങനെ ഭാവനയിൽ നിന്ന് കുറച്ച് ട്രയലൊക്കെ ചെയ്ത് നോക്കി നമ്മൾ നേരെ ജയലക്ഷ്മിയിലെത്തി. ജയലക്ഷ്മിയിൽ വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇല്ല. ഞാൻ ജയലക്ഷ്മിയിൽ നിന്നാണ് ഡ്രസ്സ് ഫൈനലൈസ് ചെയ്തത്. ഇതായിരുന്നു എൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളർ. എനിക്ക് സിമ്പിളായിട്ട് ഫീൽ ചെയ്തു. എന്നാൽ ഹെവി ആണോ എന്ന് ചോദിച്ചാൽ ഹെവിയാണ്. ഞാൻ വീഡിയോ എടുത്തില്ല, സോ ഐ ആം ആഡിങ് ഫോട്ടോസ്. നിങ്ങൾ
അപ്പോൾ ഇത് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കല്യാണം ക്ഷണിക്കാൻ വരുമല്ലോ, അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ വരണം എന്ന് പറയുകയാണ് രാധമ്മ അമ്മയുടെ അടുത്ത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ തലേ ദിവസത്തെ എൻ്റെ സാരി എന്ന് പറയുന്നത്, ദക്ഷിണയുടെ സാരി. അത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. പിന്നെ തലേ ദിവസം സംഗീത നൈറ്റിന് വേണ്ടിയിട്ടും നമ്മൾ സാരി, സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആയിരുന്നു. അതിനുള്ള സാരി ഞാൻ ഓൺലൈൻ വാങ്ങിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ബ്ലൗസ് എടുക്കാനായിട്ട് വന്നതാണ് ഞാൻ. ആൻഡ് അത് മെഷർമെൻറ്റിന് കൊടുക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ സാരി ഇപ്പോഴാണ് ഡെലിവറി ആയത്. അപ്പോൾ അത് വന്ന ഉടനെ തന്നെ ഞാൻ മെഷർമെൻറ്റിന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുകൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അന്ന് തന്നെ നമ്മൾ റിസപ്ഷൻ്റെ ഓർണമെൻറ്റ്സ് കൂടി നോക്കുന്നുണ്ടായിരുന്നു. അമ്മു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളന്ന് റിസപ്ഷൻ്റെ ഓർണമെൻറ്റ്സും കൂടി നോക്കി. ഇന്നിപ്പോൾ മാർച്ച് 14th ആണ്. ഇന്ന് നമ്മുടെ ഇവൻറ്റ് ടീം വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഓഡിറ്റോറിയം ഒക്കെ ഒന്ന് നോക്കാൻ. കാരണം നമ്മൾ ഡിസൈൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസൈൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതൊന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ഇവൻറ്റ് ടീം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ചേട്ടനും എത്തിയിരുന്നു. ആ പോർഷൻ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ചേട്ടൻ്റെ ഫ്രണ്ട്സാണ് ആക്ച്വലി. നമ്മുടെ വെഡ്ഡിങ്, ഹൽദി, വെഡ്ഡിങ്, റിസപ്ഷൻ ഇതെല്ലാം ഇവർ തന്നെയാണ് കേട്ടോ ചെയ്തത്. ഇന്നിപ്പോൾ ഞാൻ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി അന്ന് റിസപ്ഷന് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് എനിക്കുള്ള ഡ്രസ്സേ കൺഫേം ആയിട്ടുള്ളൂ. എനിക്കും അമ്മ ചേച്ചിക്കും ഒക്കെ ഉള്ളതാണ് കൺഫേം ആയത്. ചേട്ടനുള്ളത് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ്റെ ഡ്രസ്സ് നോക്കാനായിട്ട് ഒന്നുകൂടി വന്നതാണ്. ആക്ച്വലി ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്കുള്ള സേവ് ദ ഡേറ്റിനുള്ള ഡ്രസ്സ് നോക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് നോക്കാനായിട്ട് പോകും. ചേട്ടൻ ട്രയൽ ചെയ്യുമ്പോൾ ജസ്റ്റ് എൻ്റെ അടുത്തൊന്ന് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയതാണ് കേട്ടോ. ഈ ഡ്രസ്സ് നമ്മൾ വെറുതെ ട്രയൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ആക്ച്വലി ഇത് കണ്ടിട്ട് ചേട്ടനിട്ട് കണ്ടിട്ട് കഴുത്തൊക്കെ ഇങ്ങനെ കുടുങ്ങി നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ചേട്ടൻ ആദ്യം നോക്കി ആ ബ്ലൂ തന്നെയാണ് കൺഫേം ചെയ്തത്. പിന്നെ എനിക്ക് സേവ് ദ ഡേറ്റ് സാരി നോക്കണമായിരുന്നു. അപ്പോൾ അത് നോക്കാനായിട്ട് ആദ്യം ജയലക്ഷ്മിയിലാണ് പോയത്. പക്ഷേ എനിക്ക് അവിടെ നിന്നൊന്നും അങ്ങോട്ട് ആപ്റ്റ് ആയില്ല. പിന്നെ നമ്മൾ ലക്ഷ്മി സിൽക്സിലാണ് കേട്ടോ വന്നത്, നടുവിലാൽ അവിടെ. അപ്പം അവിടെ നിന്ന് എനിക്ക് ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ സാരി എടുത്ത് ഞാൻ വീട്ടിൽ വന്ന അമ്മേനെയും കൂട്ടി നേരെ എരുമപ്പെട്ടി നമ്മുടെ അടുത്ത് തന്നെയാണ് ഫ്ലവർ ഷോപ്പിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് വെഡ്ഡിങ്ങിനുള്ള ഫ്ലവേഴ്സും എല്ലാം പറയണമായിരുന്നു. ഇത് നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ ഡേ ആണ് കേട്ടോ. 25th, 5 more days to wedding. അപ്പോൾ 25th ഏർലി മോർണിംഗ് ടൗണിൽ വെച്ച് തന്നെയായിരുന്നു സേവ് ദ ഡേറ്റ്. ഏർലി മോർണിംഗ് 5 o'clock ഷൂട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ മാർക്കറ്റിലൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് നടന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ എക്സ്ട്രാ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ വരുമ്പം കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പോൾ അത് ഞാൻ ഷോർട്സിലോ അല്ലെങ്കിൽ വേറെ ലോങ് വീഡിയോ ആയിട്ടോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ്, 26th ഈവനിങ് ആണ്. അപ്പോൾ ഞാനും അമ്മയും കൂടി എരുമപ്പെട്ടി വന്നതാണ് എനിക്ക് ഫേഷ്യൽ ചെയ്യാനായിട്ട്. നമുക്കൊരു 4 days മുന്നേ ആണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഫേഷ്യലും കാര്യങ്ങളൊക്കെ എൻ്റെ കഴിഞ്ഞു, പെഡിക്യൂർ എല്ലാം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഹെയർ സ്റ്റൈൽ നോക്കാൻ കേട്ടോ. തലേ ദിവസം ദക്ഷിണയ്ക്കുള്ളതും അതുപോലെ സംഗീതനുള്ളതൊക്കെ ഹെയർ സ്റ്റൈൽ എനിക്ക് പ്രിയ എന്നാണ് ചേച്ചിയുടെ പേര്. എരുമപ്പെട്ടിയുള്ള ഐറിസ് ബ്യൂട്ടി പാർലറിൻ്റെ ഓണറാണ് ചേച്ചിയാണ് എനിക്ക് തലേ ദിവസത്തെ മേക്കപ്സ് എല്ലാം ചെയ്തു തന്നത്. സോ നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ 27th ആയി, മാർച്ച് 27th ആയി. ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ഷോപ്പിംഗ് കേട്ടോ. ഷോപ്പിംഗ് ഇതോടുകൂടി ഞങ്ങൾ അവസാനിപ്പിച്ചു. ഷോപ്പിംഗ് ഇൻ ദ സെൻസ് നമുക്ക് ഫൈനലായിട്ട് കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ടായിരുന്ന ദിവസമായിരുന്നു ടൗണിൽ. ഈ സ്റ്റിച്ച് ചെയ്തതെല്ലാം അതുപോലെ ഗോൾഡ് എല്ലാം അങ്ങനെ ഫൈനൽ കുറച്ച് കാര്യങ്ങൾ നമുക്കുണ്ടാവില്ലേ. അപ്പോൾ അതിനുവേണ്ടി ഞാനും അമ്മയും കിരേട്ടനും കൂടിയാണ് കേട്ടോ വന്നത്. അപ്പോൾ ആദ്യം ബെല്ലാമറിയയിൽ പോകണമായിരുന്നു. എനിക്ക് തലേ ദിവസത്തേക്കുള്ള ഇയറിങ്സും അതൊക്കെ ഒന്ന് നോക്കണമായിരുന്നു. ആക്ച്വലി നമ്മൾ റെൻറ്റിന് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം 100% ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള, അതുകൊണ്ട് നമ്മൾ ഇവിടെ നോക്കി. പിന്നെ അതുപോലെ നെയിൽ പോളിഷ് നോക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് വേണ്ട പോലെ തന്നെ എല്ലാം കിട്ടി കേട്ടോ. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ ബെല്ലാമറിയിൽ നിന്ന് പാക്കപ്പ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ ചാക്കോളോസിലേക്കാണ് പോയത്. ബിക്കോസ് നമ്മൾ കേർട്ടൻ വാങ്ങിച്ചിരുന്നല്ലോ ചാക്കോളോസിന്. അപ്പോൾ അതിൻ്റെ തുണി തികഞ്ഞില്ല, കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും എടുക്കാനായിട്ട് കുറച്ചുകൂടി തുണി എടുക്കാനായിട്ട് വന്നതാണ്. പിന്നെ നമ്മൾ നേരെ വെഡ്ഡിങ് ചാംസിലേക്ക് പോയി, റെൻ്റൽ ജ്വല്ലറി എടുക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ കൺഫേം ചെയ്ത് വെച്ച കാര്യങ്ങളെല്ലാം, എല്ലാ ജ്വല്ലറീസും എടുക്കാനായിട്ട് വന്നു. നമുക്കൊരു ഡേറ്റ് ഉണ്ടല്ലോ, 2-3 days മുന്നേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എടുക്കാനായിട്ട് വന്നു.
അതിനുശേഷം എനിക്ക് ലഗിൻസ് നോക്കണമായിരുന്നു. ഞാൻ ട്വിൻ ബേർഡ്സിൻ്റെ ലഗിൻസാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ കല്യാണമായിട്ട് എല്ലാം ഒന്ന് മാറ്റി, കാരണം അതധികം നാശാവില്ലല്ലോ, അപ്പോൾ മാറ്റി പുതിയത് വാങ്ങിക്കാം എല്ലാ കളേഴ്സൊന്നും വിചാരിച്ച് എനിക്ക് വേണ്ട അത്യാവശ്യം നമ്മൾ റെഗുലർ യൂസ് ചെയ്യില്ലേ അങ്ങനെയുള്ളൊരു 4-5 കളേഴ്സ് വാങ്ങിച്ചിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, നമുക്ക് നല്ല കംഫർട്ടായിരിക്കും ട്വിൻ ബേർഡ്സിൻ്റെ ലഗിൻ യൂസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവുമല്ലോ. അതിനുശേഷം പിന്നെ നമ്മൾ ജ്വല്ലറിയിൽ പോയി, റീഗലിൽ നിന്ന് നമ്മൾ ഫൈനൽ ഗോൾഡ് എല്ലാം അന്നാണ് നമ്മൾ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. സോ അങ്ങനെ റീഗലിൽ നിന്ന് അതും വാങ്ങിച്ചു വന്നിട്ട് എനിക്ക് ചെരുപ്പ് എടുക്കണമായിരുന്നു. കല്യാണത്തിൻ്റെ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതായത് ഇടയിൽ നമ്മൾ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അന്ന് നോക്കി. ഇതായിരുന്നു ഞാൻ വെഡ്ഡിങ്ങിന് വേണ്ടി എടുത്ത ചെരുപ്പ്. പിന്നെ നമ്മൾ റിസപ്ഷന് വേണ്ടി ഒരെണ്ണം എടുത്തു. പിന്നെ ഒരെണ്ണം ജസ്റ്റ് എക്സ്ട്രാ നമുക്ക് ഒരു ട്രഡീഷണൽ ടൈപ്പ് തന്നെയാണ് എടുത്തത്. ബിക്കോസ് നമ്മുടെ കയ്യിൽ അധികം ഒന്നും ഇല്ലാത്തതായിരിക്കുമല്ലോ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ചപ്പൽസ്. എൻ്റെ കയ്യിൽ അധികം ഇല്ല. അപ്പോൾ അങ്ങനെ 2 ട്രഡീഷണൽ ടൈപ്പും ആൻഡ് ഒരെണ്ണം റിസപ്ഷന് വേണ്ടി പറ്റിയത് ഒരു വൈറ്റ് സ്റ്റോൺ ഉള്ളത് കൂടി നമ്മൾ എടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ചെരുപ്പെല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിക്കാൻ നമ്മൾ നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തൃശ്ശൂരാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നേരെ എരുമപ്പെട്ടിക്കാണ് പോകുന്നത്. ബിക്കോസ് നമുക്ക് വീട്ടിലേക്ക് കല്യാണം ആയതുകൊണ്ട് വീട്ടിൽ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞാലും കുറച്ച് ദിവസം ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എരുമപ്പെട്ടി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമ്മളെപ്പോഴും വാങ്ങിക്കുക. അപ്പോൾ അതിന് വേണ്ടി എരുമപ്പെട്ടിയിലും വന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ വ്ളോഗ് എന്ന് പറയുന്നത്. ഹോപ്പ് യു ഗൈസ് എൻജോയ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.